ആലപ്പുഴയിൽ യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ഷെൽജൂക്ക്, അനന്തു എന്നീ പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നത് വിവാദ ഇൻഫ്ലുവൻസർ റിൻസി മുംതാസിന്റെ അഭയം തേടി. പ്രതികൾക്ക് റിൻസി സാമ്പത്തിക സഹായം നൽകിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആലപ്പുഴ ആര്യാട് സ്വദേശി 25 വയസ്സുള്ള അഖിലിനെ നൂർനാട് സ്വദേശി ഷിൽജൂക്കും ഓച്ചിറ ഞക്കനാൽ സ്വദേശി അനന്തവും ചേർന്ന് കൊലപ്പെടുത്തിയത്. അഖിലും ഷിൽജൂക്കും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. മറ്റു 2 കേസുകളിൽ പ്രതികളായ ഷിൽജൂക്കിനും അനന്തുവിനും ഒളിത്താവളം ഒരുക്കാൻ ഇവർ അഖിലിന്റെ സഹായം തേടുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അഖിലിന്റെ നിർദ്ദേശപ്രകാരം ഹരിപ്പാട്ട് നിന്നും ആലപ്പുഴയിലെത്തിയ ഇരുവരും അഖിലിനെ ഫോണിൽ വിളിച്ചിട്ടും കോൾ എടുത്തില്ല. തുടർന്ന് ബാറിൽ മദ്യപിച്ചിരിക്കുമ്പോൾ അഖിലിന്റെ സുഹൃത്തിനെ കാണുകയും ഇയാളിലൂടെ അഖിലിന്റെ വീട് കണ്ടെത്തി അവിടെ എത്തുകയും ചെയ്തു. അവിടെ വെച്ചുണ്ടായ തർക്കത്തിൽ ഷിൽജൂക്ക് അഖിലിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടി ആ വീട്ടിന് കയറി ഇവരുമായിട്ട് സംസാരമായി വാക്കുതർക്കമായി കത്തിക്കുത്തിൽ അവസാനിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ തിരിച്ച് അവിടുന്ന് റോഡിൽ വന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു നേരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു പാസഞ്ചർ ട്രെയിനിലേക്ക് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കയറിയിട്ട് മറുവശത്ത് പ്ലാറ്റ്ഫോമിൽ CCTV ഇല്ല. മറുവശത്തുകൂടി ഇറങ്ങിയിട്ട് ഇവര് നേരെ റോഡിൽ പോയി റോഡിൽ നിന്നൊരു ഓട്ടോറിക്ഷ പിടിച്ച് KSRTC ബസ് സ്റ്റാൻഡിൽ വരെ. തുടർന്ന് ഓട്ടോയിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതികൾ ട്രെയിനിൽ കയറിയതായി തെളിവുകൾ ഉണ്ടാക്കിയ ശേഷം ബസ്സിലും ലോറിയിലുമായി ബാംഗ്ലൂരിലേക്ക് കടന്നു. സിനിമാ താരങ്ങൾക്കിടയിൽ ലഹരി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ ഇൻഫ്ലുവൻസർ റിൻസി മുംതാസിനോടാണ് ബാംഗ്ലൂരിൽ ഒളിത്താവളം ഒരുക്കാൻ ഷിൽജൂക്ക് സഹായം തേടിയത്. യാത്രയ്ക്കുള്ള പണവും റിൻസി അയച്ചു നൽകിയതായി പോലീസ് പറയുന്നു. റിൻസി മുംതാസ് ബാംഗ്ലൂരാണുള്ളത്. ആ റിൻസി മുംതാസിന്റെ അടുത്തേക്കാണ് അവൻ പോകാനൊരു ശ്രമം നടത്തിയത്. പക്ഷേ പോലീസ് അതിനു മുമ്പ് അവിടെ എത്തിപ്പെട്ടു എന്ന് മനസ്സിലാക്കി തിരിച്ച് നാട്ടിലേക്ക് തന്നെ ഒളിത്താവളത്തിലേക്ക് വന്നത്. എന്നാൽ പോലീസ് ബാംഗ്ലൂരിലേക്ക് എത്തുന്നതായി സൂചന ലഭിച്ച പ്രതികൾ തിരികെ നാട്ടിലേക്ക് മടങ്ങുകയും ഓച്ചിറയിൽ വെച്ച് പോലീസ് പിടികൂടുകയുമായിരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തിയടക്കം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. ആലപ്പുഴ നോർത്ത് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് അടക്കം നടത്തിയത്. ജനം, ആലപ്പുഴ.